ഈ ഒരു പകലും ഇനിയൊരു രാത്രിയും മാത്രമാണ് പാലക്കാടിൻ്റെ വിധി എഴുതാനുള്ളത്. LDFിൻ്റെ കൺവീനർ TP രാമകൃഷ്ണൻ റിപ്പോർട്ടർ TVയോടൊപ്പം ഉണ്ട്. സഖാവെ, CPMൻ്റെയും പ്രത്യേകിച്ച് LDFിൻ്റെയും ഒരു രീതി എന്ന് പറയുന്ന കണക്കുകൂട്ടലുകളാണ്. കൂട്ടലുകളും കിഴിക്കലുകളും അവസാനിക്കുമ്പോൾ എങ്ങനെയാണ് പാലക്കാടിൻ്റെ വിധിയെ വിലയിരുത്തുന്നത്? പാലക്കാട് കഴിഞ്ഞ ഒരു മാസക്കാലത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ നല്ല അന്തരീക്ഷമാണ് ശക്തിപ്പെട്ടു വന്നത്. മുൻ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3-ാം സ്ഥാനത്താണ്. ആ അന്തരീക്ഷമാകെ പാലക്കാട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ കൊട്ടിക്കലാശവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നേറ്റം വ്യക്തമാക്കുന്നതാണ്. താഴെ വരെ വോട്ടർമാരുമായി ബന്ധപ്പെടുന്ന ചിട്ടയായ പ്രവർത്തനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ഈ വർഗീയ ധ്രുവീകരണത്തിനെതിരായ ഉറച്ച മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അത് ജനങ്ങളിൽ നല്ല ബോധ്യമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ മതരാഷ്ട്രവാദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ അവർക്ക് മേൽക്കൈ നേടുന്നതിന് വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. RSSൻ്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ശക്തികൾ, SDPI, ജമാഅത്തെ ഇസ്ലാമി, ഇവരെല്ലാം മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. ഒരു ഭാഗത്ത് BJP ആണെങ്കിൽ SDPI, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ വർഗീയ ഭീകരവാദ സംഘടനകളെ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് UDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ്. അപ്പം UDFിൽ ഈ ജമായത്തും SDPIയുമുള്ള ബന്ധം UDFുമായുള്ള ധാരണയിൽ അരക്കിട്ടുറപ്പിക്കാൻ ലീഗ് നല്ല ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ഈ നിലപാടുകളെല്ലാം മതനിരപേക്ഷ വിശ്വാസികളിൽ പ്രതികരണങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ലീഗും വർഗീയ ധ്രുവീകരണത്തിന് കുടപിടിക്കുന്നു എന്നാണ് അങ്ങ് പറയുന്നത്. ലീഗ് അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത് പറയാൻ കാരണം ഈ ജമായത്തെയും SDPIയും ഇവരെ യോജിപ്പിച്ച് UDFിൻ്റെ ഭാഗത്ത് അണിനിരത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് ലീഗാണ്. അതുകൊണ്ട് ഇവർ മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളാണെന്ന് അറിഞ്ഞിട്ട് പോലും അവരുടെ വോട്ട് നേടുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളാണ് അവർ സ്വീകരിക്കുന്നത്. ആ രാഷ്ട്രീയ നിലപാടിനെയാണ് ഇവിടെ കേരളത്തിൽ വിമർശനപരമായി സമീപിക്കുന്നത്. അതിനൊരു പരിധി വരെ വഴിവെച്ചില്ല ഈ മുഖ്യമന്ത്രിയുടെ തങ്ങൾക്കെതിരായിട്ടുള്ള വിമർശനം? മുഖ്യമന്ത്രി ഇതിന് വഴിവെക്കല്ല ചെയ്തത്. മുഖ്യമന്ത്രി ഈ ഒരു സാഹചര്യത്തെ തുറന്നു കാണിക്കുകയാണ് ചെയ്തത്. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ പ്രത്യേകത. അവിടെ രൂപപ്പെട്ടു വരുന്ന ഈ സാഹചര്യം ഈ വർഗീയ ശക്തികൾക്ക് അവിടെ സ്വാധീനം ചെലുത്താൻ കഴിയാവുന്ന സാഹചര്യം ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ലീഗ് സ്വീകരിക്കുന്ന സമീപനത്തെയാണ് മുഖ്യമന്ത്രി തുറന്നു കാണിച്ചത്. അതിനെ അവരാണ് തെറ്റായി വ്യാഖ്യാനിക്കുന്നത്. ഈ മുഖ്യമന്ത്രിയുടെ വിമർശനം സമയോചിതമായി പോയില്ല, അല്ലെങ്കിൽ ഈ സമയത്ത് നടത്താൻ പാടില്ല എന്നുള്ള വിലയിരുത്തലുണ്ടോ? അടിസ്ഥാനരഹിതമായ പ്രചരണമാണത്. ചില മാധ്യമങ്ങൾ അത്തരമൊരു പ്രചാരവേല കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. മുഖ്യമന്ത്രി പറഞ്ഞ നിലപാട് പൂർണ്ണമായും ശരിയാണ്. മുഖ്യമന്ത്രി ഈ വർഗീയ നിലപാടിനെ തുറന്നു കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ LDF 3-ാം സ്ഥാനത്താണ് പാലക്കാട്. ലോക്സഭ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുകയാണെങ്കിൽ 1-ാം സ്ഥാനത്തേക്ക് എത്തും ഇത്തവണ എന്ന് വിലയിരുത്തപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മതനിരപേക്ഷ നിലപാട് തന്നെയാണ്. കോൺഗ്രസിനകത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടുകൾക്കെതിരായി ശക്തമായ അഭിപ്രായങ്ങൾ കോൺഗ്രസിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. അത്തരമൊരു നിലപാടിൻ്റെ ഭാഗമാണ് സരിൻ കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വത്തിൽ അവിടെ പ്രവർത്തിച്ചതാണ്. അദ്ദേഹം കോൺഗ്രസ് വിട്ട് CPMൻ്റെ ഭാഗമായിട്ട് മാറാൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് മാറാൻ അദ്ദേഹം നിലപാടെടുത്തു. ആ നിലപാടിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ സ്വീകരിക്കേണ്ടായി. അത് കോൺഗ്രസിന് അനുകൂലമായി ഈ കഴിഞ്ഞ കാലത്ത് ലഭിച്ചിരുന്ന വോട്ടിൽ അത് വിള്ളലുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ജനവിഭാഗമുണ്ട്. UDFിനകത്തുമുണ്ട്, BJPക്കകത്തുണ്ട്. അത്തരം വിഭാഗങ്ങൾക്ക് സ്വീകാര്യമായ, അത്തരം വിഭാഗങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്ന മതനിരപേക്ഷ നിലപാട്, മതനിരപേക്ഷ വിശ്വാസികളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. UDFിനകത്തുള്ളവർ, മറ്റു പാർട്ടികളിൽപ്പെട്ടവർ, അത്തരം ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പാലക്കാട് പ്രധാനമായും ആരൊക്കെ തമ്മിലാണ് മത്സരം അങ്ങ് വിലയിരുത്തപ്പെടുന്നത്? പ്രധാനമായിട്ടും അതിപ്പോൾ കണ്ടവരും അവിടെ ഇപ്പോൾ ത്രികോണ മത്സരമാണല്ലോ. ഈ അവസാന ചിത്രത്തിൽ രൂപപ്പെട്ടു വന്നത്
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും UDF-ഉം എന്നുള്ള നിലയിലാണ് അവസാന സന്ദർഭത്തിൽ രൂപപ്പെട്ടു വന്നത്. അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ ത്രികോണ മത്സരമാണ് അവിടെ പാലക്കാട് അസംബ്ലി മണ്ഡലം നടന്നിട്ടുള്ളത്. അവിടെ പ്രധാനപ്പെട്ട മത്സരം UDF-ഉം LDF-ഉമായും തമ്മിലാണെന്നുള്ളത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും വ്യത്യസ്ത ഘട്ടങ്ങളിൽ പറയുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് അവിടുത്തെ സ്ഥാനാർത്ഥി സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് വലിയ മുന്നേറ്റം അവിടെ സൃഷ്ടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം കൂടി, LDF ഉയർത്തിക്കൊണ്ടുവന്ന കത്ത് വിവാദം, പെട്ടി വിവാദം, ഒട്ടേറെ വിവാദങ്ങൾ, അതായത് സർക്കാരിൻ്റെ വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ അതായത് ഈ കോൺഗ്രസിൻ്റെ കത്ത് വിവാദം ഉയർന്നു വന്നല്ലോ ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ഈ കത്ത് വിവാദവും അതുപോലെ തന്നെ പെട്ടി വിവാദമൊക്കെ ഉയർന്നു വരുമ്പോൾ ഈ സർക്കാർ ഒരു പരിധിവരെ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ അല്ലെങ്കിൽ വികസന കോട്ടങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതിൽ നിന്ന് പാലക്കാട് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒരു പരിധിവരെ അതിൽ LDF വിജയിക്കുകയും ചെയ്തു. പക്ഷേ ഈ വിവാദങ്ങളെല്ലാം UDF-ന് കരുത്തു പകരുകയല്ലേ ചെയ്തത്? LDF പ്രധാനമായിട്ടും ഊന്നൽ നൽകിയിട്ടുള്ളത് വികസന രാഷ്ട്രീയത്തിന് തന്നെയാണ്. കേരളം കഴിഞ്ഞ 8 വർഷക്കാലമായി കൈവരിച്ചിട്ടുള്ള ഒട്ടനവധി വികസന നേട്ടങ്ങളുണ്ട്. കേരളത്തിന് അസാധ്യമാണ് എന്ന് കണക്കാക്കിയ ഗെയിൽ പൈപ്പ് ലൈൻ, നാഷണൽ ഹൈവേ, പിന്നെ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട പദ്ധതികളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞു. അതൊരനുഭവമാണ് ജനങ്ങളുടെ മുമ്പിൽ. UDF പല പദ്ധതികളും UDF ഉപേക്ഷിച്ച് പോയ സമയത്ത് അത്തരം പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയും എന്ന് രാഷ്ട്രീയ ഇച്ഛാശക്തിയോടെ തെളിയിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണിത്. ഇവിടെ ഭൂബന്ധങ്ങളിൽ വന്നിട്ടുള്ള മാറ്റം, അതാണ് ജനങ്ങളുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ മാറ്റം നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് അതിന് കേരളത്തിൽ നേതൃത്വം നൽകിയത്. അതിൻ്റെ അനുഭവം ജനങ്ങളുടെ മുമ്പിലുണ്ട്. പിന്നീട് കേരളത്തിൽ വന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റുകളാണ് ജനക്ഷേമ നടപടികൾ ഫലപ്രദമായി പെൻഷൻ ഉൾപ്പെടെയുള്ള ജനക്ഷേമ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ വികസന രംഗത്തും ജനക്ഷേമ നടപടികളിലും മറ്റ് ഗവൺമെൻറ്റുകളെല്ലാം വ്യത്യസ്തമായി, മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വ്യത്യസ്തമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമാണ് അവിടെ ജനങ്ങളിൽ പ്രചരിപ്പിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പാലക്കാട് അസംബ്ലി മണ്ഡലം വികസന രംഗത്ത് പല പ്രശ്നങ്ങളിലും പുറകോട്ട് നിൽക്കുകയാണ്. പാലക്കാടിന് അർഹമായ നില കൈവരിക്കാൻ കഴിഞ്ഞിട്ട് അതിന് പ്രധാനമായും കാരണമായി നിൽക്കുന്നത് അവിടെ UDF പ്രതിനിധീകരിച്ചു എന്നുള്ളത് കൊണ്ടാണ്. UDF പ്രതികരിക്കുന്ന സമയത്ത് അവിടുത്തെ വികസന പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. മറ്റു പല പ്രശ്നങ്ങളിലേക്കാണ് അവർ കടന്നുപോയത്. അപ്പോൾ പാലക്കാടിൻ്റെ വികസനം സാധ്യമാക്കണം, പാലക്കാട് കേരളത്തോടൊപ്പം ഉയരണം. ഈ നില ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങൾ വലിയ നിലയിൽ അത് സ്വീകരിക്കും എന്നുള്ളതാണ്. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഡോക്ടർ സരിന് അവിടെയുള്ള മഹാഭൂരിപക്ഷം ജനങ്ങളും വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് ജനങ്ങളുടെ പൊതുപ്രതികരണം മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ടെലസ്കോപ്പാണ്. എല്ലാവരുടെയും ഡോക്ടർമാരുടെ കഴുത്തിൽ അണിയുന്ന ഈ കുഴല് അത് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു ചിഹ്നമായി ഇപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ നടത്തുന്നുണ്ട്. പാലക്കാട് അസംബ്ലി മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യത്തോട് വിജയിക്കും എന്ന് തന്നെയാണ് നിലപാട്. അവസാനം 8 വർഷത്തെ സർക്കാരിൻ്റെ വിലയിരുത്തലാവുമോ ഈ വിജയം? അല്ല, അതെല്ലാം ജനങ്ങൾ തീരുമാനിക്കേണ്ട പ്രശ്നമാണ്. 8 വർഷക്കാലത്തെ ജനങ്ങൾ ഗവൺമെൻറ്റിന് അനുകൂലമായ നിലപാട് ജനങ്ങൾ സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അപ്പം ഇതിനോടെല്ലാമുള്ള നിലപാട് അവസാനമായിട്ട് ജനങ്ങളാണല്ലോ സ്വീകരിക്കേണ്ടത്. വ്യത്യസ്തമായ ആശയങ്ങൾ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നതിന് വേണ്ടിയുള്ള വളരെ ബോധപൂർവമായ ശ്രമം നടത്തുന്നുണ്ട്. അവിടുത്തെ യഥാർത്ഥ ശരിയിൽ നിന്ന് ജനങ്ങളെ തിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള വലിയ തോതിൽ ശ്രമം നടന്നിട്ടുണ്ട്. അതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പാലക്കാട് യഥാർത്ഥ ശരിയെ തിരഞ്ഞെടുക്കും ജനങ്ങൾ എന്ന് തന്നെയാണ് LDF കൺവീനർ TP രാമകൃഷ്ണനും റിപ്പോർട്ടറിനോട് പങ്കുവച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുവിനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.